നേരെ നമ്മുടെ കുണ്ടിലാമ്പാടം ഭാഗത്താണ് തുടങ്ങിയിട്ട് കേരള, അതുപോലെ തന്നെ മഞ്ഞൾപ്പാറ, അതുപോലെ തന്നെ കൽക്കുണ്ട് ഭാഗം വരെ ഇത് പോയിട്ടുണ്ട്. ഇന്നലെയും കൂടി പറഞ്ഞിരിക്കണം മലിക്കിനോട്, മലിക്ക് എൻ്റെ പെര പോകും, ഞങ്ങൾക്ക് പെര ഉണ്ടാക്കാൻ കഴിയില്ല. നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. കരുവാരക്കുണ്ടിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം. മരങ്ങൾ കടപുഴകി വീണും പൊട്ടി വീണും നിരവധി വീടുകൾ തകർന്നു. ഗതാഗതവും സ്തംഭിച്ചു. ചുഴലിക്കാറ്റിൽ പഴയടക്കിൽ സ്കൂളിന്റെ മേൽക്കൂര പറന്നുപോയി. വൈദ്യുത കമ്പികളും ഇലക്ട്രിക് പോസ്റ്റുകളും പൊട്ടിയതോടെ ഈ മേഖലയിൽ വൈദ്യുത ബന്ധവും താറുമാറായി. പലയിടത്തും ഇപ്പോഴും വൈദ്യുത ബന്ധം പുനഃസ്ഥാപിക്കാനും ആയിട്ടില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. 1% പലിശ നിരക്കുകളിൽ കിസാൻ ഗോൾഡ് ലോൺ. അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ. കരുവാരക്കുണ്ട് മേഖലയിൽ വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് ചുഴലിക്കാറ്റടിച്ചത്. 5 മിനിറ്റ് നേരം വീശിയടിച്ച കാറ്റിൽ വ്യാപക നാശനഷ്ടമാണ് ഈ മേഖലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേരള, കൽക്കുണ്ട്, മഞ്ഞൾപ്പാറ, പൂച്ചപ്പടി, തൂവൂർ പഞ്ചായത്തിലെ കുണ്ടിലാമ്പാടം എന്നിവിടങ്ങളിലാണ് ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. 15ലേറെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും വൈദ്യുതി ബന്ധം താറുമാറാവുകയും ഗതാഗതം സ്തംഭിക്കുകയും ചെയ്തു. കരുവാരക്കുണ്ട് കേരള പഴയടക്കലിൽ സ്കൂളിലെ ഷെഡിന്റെ മേൽക്കൂര പറന്നുപോയി. സ്കൂളിന്റെ കവാടത്തിനു മുന്നിലേക്ക് മരം പൊട്ടിവീണ വൈദ്യുത കമ്പികളിലേക്ക് പതിച്ചതോടെ വൈദ്യുത തടസ്സവും ഉണ്ടായി. കേരള പൂച്ചപ്പടിയിൽ കാട്ടിക്കുന്നേൽ മൂസയുടെ വീടിന് മുകളിലേക്ക് മരം വീണ വീട് പൂർണ്ണമായും തകർന്നു. മൂസയുടെ ഭാര്യയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കേരള എസ്റ്റേറ്റ് റോഡിൽ 12ഓളം ഇലക്ട്രിക് പോസ്റ്റുകളാണ് തകർന്നത്. അതോടെ ഈ പ്രദേശത്ത് വൈദ്യുത ബന്ധം പാടെ നിലച്ചു. തുവ്വൂർ പഞ്ചായത്തിൽ കുണ്ടിലാമ്പാടത്ത് 12ഓളം വീടുകൾക്കാണ് നാശനഷ്ടം സംഭവിച്ചത്. 3 വീടുകൾ പൂർണ്ണമായും തകർന്നു. നീലാശ്ശേരി കുണ്ടിലാമ്പാടത്തു നിന്നും തുടങ്ങിയ കാറ്റ് കേരള, മഞ്ഞൾപ്പാറ, ചേരി, കൽക്കുണ്ട് പ്രദേശത്ത് വരെ വീശിയടിച്ചു. ഈ പ്രദേശങ്ങളിൽ ഏക്കറോളം കൃഷിയിടങ്ങളിലെ ഫലവൃക്ഷലതാദികളും ചുഴലിക്കാറ്റിൽ നശിച്ചുപോയി. പോലീസ്, ഫയർഫോഴ്സ്, സന്നദ്ധ പ്രവർത്തകർ, നാട്ടുകാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പ്രദേശങ്ങളിൽ ഇപ്പോഴും മരങ്ങൾ മുറിച്ചുമാറ്റി ഗതാഗതവും വൈദ്യുതിയും പുനഃസ്ഥാപിക്കുന്ന പ്രവൃത്തികൾ നടന്നുവരികയാണ്. 3 ദിവസത്തോളം ഈ മേഖലയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെടുമെന്നാണ് അറിയുന്നത്. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും. 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.